ഹലോ ഹായ് എവരി വൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ വീക്കിലി കണ്ടന്റ് സെഷനിലേക്ക് സ്വാഗതം. നിങ്ങളാകെ വിശ്വസിക്കുകയാണ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് 10 മണിയാകുമ്പോൾ പോകാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇവിടെ MCQ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വീക്കിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് പോകുന്നത്. അത് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പോയിന്റുകൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ വീക്കിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണിത്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ് അല്ലെ. ഇതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ അല്ലെ, MD ആയിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ് അല്ലെ. രാമകൃഷ്ണ ചന്ദ്ര ആണോ, സിദ്ധാർത്ഥ മൊഹന്തി ആണോ, അതെന്താണ് അഖിലേഷ് പാണ്ഡെ ആണോ, അതെന്താണ് ജെമിനി രാമനാണോ എന്നുള്ളതാണ് അല്ലെ. അല്ലെ സോറി, ജെമിനി രാമനാണോ എന്നുള്ളതാണ് അല്ലേ. വായിച്ചേ. അപ്പം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള LIC അല്ലെ. LICയുടെ MD ആയിട്ട് നിയമിതനായത് ആരാണെന്നുള്ളത് അല്ലെ. ആരായിരിക്കും? രാമകൃഷ്ണ ചന്ദ്രാണ് അല്ലെ. രാമകൃഷ്ണ ചന്ദ്രാണ് എന്ത് ചെയ്യുന്നത്, LICയുടെ MD ആയിട്ട് എന്ത് ചെയ്തത്, നിയമിതനായിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമ്മള് വീക്കിലി കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. LIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് അല്ലെ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇന്ത്യയിൽ നിന്നിരുന്ന ഇൻഷുറൻസ് കമ്പനികളെ എല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഏറ്റവും വലിയൊരു എന്താണ് പബ്ലിക് എൻറ്റിറ്റി ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ LICയുടെ MD ആയിട്ടാണ് ആര് നിയമിതനാകുന്നത്, രാമകൃഷ്ണ ചന്ദ്ര എന്ത് ചെയ്യുന്നത്, നിയമിതനാകുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം എന്താണ്? 2025 ഡിസംബറിൽ 54ാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ. 2025 ഡിസംബറിൽ 54ാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ. ഇതാണിത്. സൗദി അറേബ്യ, UAE, ഒമാൻ, ഖത്തർ എന്നുള്ളതാണ്. ഏതാണത്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് അല്ലെ. എന്താണ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് പറയാം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയാം, UAE എന്ന് പറയാം അല്ലെ. ഇപ്പൊ 2025 ഡിസംബറിൽ 54ാമത് ദേശീയ ദിനം ആഘോഷിച്ച രാജ്യം ഏതാണത്? UAE ആണ് അല്ലെ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണല്ലോ. ഏകദേശം നിങ്ങൾക്കറിയാം 1971 എന്ത് വരുന്നത്, UAE സ്വതന്ത്രമാകുന്നത് ആണല്ലോ. UAE എന്ത് ചെയ്യുന്നത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെ. എമിറേറ്റ്സ് എവിടെ നിന്ന് വരുന്നത്? ഇവിടെ ഈ പറയുന്ന അന്നത്തെ ബ്രിട്ടൻ അല്ലെ. ബ്രിട്ടനിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം നേടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം 1889 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്റർപ്രിട്ടേഷൻ ആക്ട് എന്നുള്ളത് അല്ലെ. ഇന്റർപ്രിട്ടേഷൻ ആക്ട് പ്രകാരം ഈ പറയുന്ന UAE അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം എന്തിന്റെ കീഴിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു. അതിന് ഏതിന്റെ കീഴിലായിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്നത്? ഇതിന്റെ കീഴിലായിരുന്നു, ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു അല്ലെ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ഇന്ത്യൻ എംപയർ എന്ന് പറയാറുണ്ട് അല്ലെ. ഇന്ത്യൻ എംപയർ എന്ന് പറയാറുണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയർ. ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയറിന്റെ കീഴിലായിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, യമൻ ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, എല്ലാം കൂടി വരുന്ന ഈ പറയുന്ന UAE അല്ല അടക്കമുള്ളതല്ല ഇവിടെ എന്തിന്റെ കീഴിലായിരുന്നു, യുണൈറ്റഡ് ബ്രിട്ടീഷ് പ്രൊവിൻസ് കീഴിലായിരുന്നു. അവരെല്ലാം ഉപയോഗിച്ചിരുന്ന പാസ്പോർട്ട് പോലും അല്ലെ, അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പാസ്പോർട്ട് പോലും എന്തിന്റെ പാസ്പോർട്ടായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ സിറ്റിസൺസ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ റോയലിന്റെ എന്താണ്, അതായത് ബ്രിട്ടീഷ് എന്താണ് അവരുടെ കീഴിലുള്ള സബ്ജക്റ്റുകളാണ് അല്ലെ, ഈ പറയുന്ന അവരുടെ എന്താണ് പ്രജകളാണ് എന്നുള്ള രീതിയിലുള്ള പാസ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. നിങ്ങൾക്കറിയാം 31 ഗാന്ധിജിയൊക്കെ വിസിറ്റ് ചെയ്ത സമയങ്ങളിൽ അല്ലെ, 1931 ഗാന്ധിജിയുടെ മിഡിൽ ഈസ്റ്റേൺ വിസിറ്റില് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, അവിടെ ഉള്ളവർ എന്തായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്, ഇന്ത്യക്കാരായിട്ട് തന്നെയാണ് അല്ലെ. മിഡിൽ ഈസ്റ്റിൽ എന്താണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാരായിട്ട് തന്നെയായിരുന്നു ആണല്ലോ. നമ്മൾ ഒന്നുകൂടെ പറയാണ്, ഈ പറയുന്ന 47 ഇന്ത്യ സ്വതന്ത്രമാകുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്യും പോലും അതിന് മുമ്പും പ്രധാനമായിട്ടും ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലാണ് എന്ത് വരുന്നത്, UAE അടക്കമുള്ള രാജ്യങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ആണല്ലോ അല്ലെ. അപ്പൊ ഓർക്ക് 1971 ഇവരെ സ്വതന്ത്രമാകുന്നത്, ബ്രിട്ടന്റെ കീഴിൽ നിന്നാണ് സ്വാതന്ത്ര്യം മേടിക്കുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു
അറബ് എമിറേറ്റ്സുകളല്ല ഈ പറഞ്ഞ 89 ഇന്റർപ്രിട്ടേഷൻ ആക്ട് പ്രകാരം ഇവരെല്ലാം എന്തിന്റെ കീഴിലായിരിക്കും? ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു എന്ത് ചെയ്യുന്നത്? അവർ അഡ്മിനിസ്ട്രേഷൻ എല്ലാം നടത്തിയിരുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്ന്, അതിൽ ഡൽഹിയിൽ നിന്നായിരുന്നു എന്ത് ചെയ്യുന്നത് നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ? ഞാൻ പറഞ്ഞു 31 ഗാന്ധിയുടെ വിസിറ്റ് സമയത്തിൽ അവർ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന എന്തായിട്ട് തന്നെയാണ് ഇന്ത്യൻസ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അഭിസംബോധന ചെയ്യുന്നത്. അവിടുത്തെ നാഷണലിസ്റ്റിനുള്ള അവരുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരുന്നു? അത് ഇന്ത്യൻസ് എന്നുള്ളതായിരുന്നു അല്ലെ? അടുത്ത് നോക്കിയാലോ, 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ? 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ? എവിടെയാണത്? കോഴിക്കോടാണോ, എറണാകുളമാണോ, തിരുവനന്തപുരമാണോ, കണ്ണൂരാണോ എന്നുള്ളതാണ് അല്ലെ? എവിടെയാകാം? തിരുവനന്തപുരമാണ് അല്ലെ? ആണല്ലോ, തിരുവനന്തപുരമാണ് ആണല്ലോ. അപ്പൊ തിരുവനന്തപുരമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 67ാം സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് എന്ത് ചെയ്യുന്നത് വേദിയാകുന്നത്. അപ്പൊ ആരൊക്കെയാണ് സംഘടിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് കൗൺസിലും അല്ലെ, സ്പോർട്സ് കൗൺസിലും ഇന്ത്യൻ കളരിപ്പയറ്റ് അല്ലെ ഫെഡറേഷനും, ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനും കൂടി കൂടിച്ചേർന്നാണ് എന്ത് സംഘടിപ്പിക്കുന്നത്? ഈ 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. ഇതാണത്, തിരുവനന്തപുരമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയും മാലിദ്വീപും അല്ലെ, എന്താണ്? ഇന്ത്യയും മാലിദ്വീപും ചേർന്ന് നടത്തുന്ന 14ാമത് സംയുക്ത സൈനിക അഭ്യാസമായ എക്സസൈസ് എക്വറിൻ ഇവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? കാരണം ഇന്ത്യയും മാലിദ്വീപും ചേർന്ന് നടത്തുന്ന 14ാമത് സംയുക്ത സൈനിക അഭ്യാസമായ എക്സസൈസ് എക്വറിൻ ഇവിടെ വെച്ചാണ്, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? ഇവിടെ വെച്ചാണ് നടക്കുന്നത്, തിരുവനന്തപുരത്ത് വെച്ചാണ് അല്ലെ? കാരണം തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പൊ ഇന്ത്യയും മാലിദ്വീപും ചേർന്ന് നടത്തുന്ന 14ാമത് സംയുക്ത സൈനിക അഭ്യാസമായിട്ടുള്ള എക്സസൈസ് എക്വറിൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? മാലിദ്വീപ് ഡിഫൻസ് ഫോഴ്സസും അതേപോലെ തന്നെ നമ്മുടെ ആർമഡ് ഫോഴ്സസും കൂടി ചേർന്നാണ് എന്ത് നടത്തുന്നത്? എക്സസൈസ് എക്വറിൻ എന്ത് ചെയ്യുന്നത് നടത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എക്വറിൻ എന്നുള്ള ഭാഷ എന്താണ്? ഒരു ഭാഷയുടെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ വാക്കിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഓക്കെ, സുഹൃത്തുക്കൾ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഭാഷയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഏത് ഭാഷയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദിവേനി എന്ന് പറഞ്ഞ ഭാഷയാണ്. ദിവേനി എന്ന് പറയുന്നത് മാൽദീവ്സിലെ ഒരു ഭാഷയാണ് ദിവേനി അല്ലെ? അല്ലെ, ഈ പറയുന്ന മാൽദീവ്സിലെ ഒരു ഭാഷയാണ് ദിവേനി എന്ന് പറയുന്നത്. അപ്പൊ ആ ദിവേനി ഭാഷയിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന വാക്കാണ് ഈ പറഞ്ഞ എക്വറിൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എക്സസൈസ് എക്വറിൻ എന്നുള്ള പേര് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയും മാലിദ്വീപും ചേർന്ന് നടക്കുന്ന 14ാമത് സംയുക്ത സൈനികാഭ്യാസമായ എക്സസൈസ് എക്വറിൻ എവിടെ വെച്ചാണ് നടക്കുന്നത് ചോദിച്ചാൽ എവിടെ വെച്ചാണ്? അത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഞാൻ പറഞ്ഞു എക്വറിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ദിവേനി ഭാഷയിൽ ഫ്രണ്ട്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സുകളും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യം കൂടെ ചേർന്നാണ് എന്ത് നടത്തുന്നത്? ഈ പറഞ്ഞ എക്സസൈസ് എക്വറിൻ എന്ത് ചെയ്യുന്നത് നടത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അതെന്ത് ചെയ്യാ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. തിരുവനന്തപുരത്താണ് എന്ത് ചെയ്യുക മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നേവിയുടെ ഭാഗമായിട്ട് നടക്കുന്ന നാവിക ആഘോഷവും നടക്കുന്ന എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് ശംഖുമുഖത്തായിരുന്നു അല്ലെ? അല്ലെ, ശംഖുമുഖം ബീച്ചിലായിരുന്നു എന്ത് ചെയ്യുന്നത്? ശംഖുമുഖം ബീച്ചിലാണ് ഈ പറയുന്ന നേവിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണത് അല്ലെ? ആരാണത്? അതിനെ വിശിഷ്ട അതിഥിയായിട്ട് വരുന്ന ആരാണത്? പ്രസിഡന്റ് ആണ് അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഒരുക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ? യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഒരുക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ? ഏതായിരിക്കാം? അമേരിക്കയാണോ, ചൈനയാണോ, റഷ്യയാണോ, ഇന്ത്യ ആണോ എന്നുള്ളതാണ് അല്ലെ? ഏതാണ്? ഇന്ത്യയാണ് അല്ലെ? എന്നുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ നമ്മുടെ DRDO ചണ്ഡീഗഡിലുള്ള DRDO ചണ്ഡീഗഡ് ടെർമിനൽ ബാലിസ്റ്റിക് മിസൈൽ ലബോറട്ടറിയാണ് എന്ത് ചെയ്യുന്നത്? ലബോറട്ടറിയിലാണ് എന്ത് വികസിപ്പിച്ചിട്ടുള്ളത്? ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള
റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് സംവിധാനം വിജയകരമായിട്ട് പരീക്ഷിച്ച് പൂർത്തിയാക്കിയ രാജ്യം ഏതാണത്? ഇന്ത്യയാണ് അല്ലെ? ഇതാണത് പറഞ്ഞു. DRDOയുടെ ചണ്ഡീഗഡ് ടെർമിനൽ ബാലിസ്റ്റിക് മിസൈൽ ലബോറട്ടറിയിലാണ് ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് പരീക്ഷണം വിജയിച്ചിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതേപോലെ ഞാൻ പറഞ്ഞു അന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ അകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതെല്ലാം രാജ്യങ്ങൾക്ക് ഈ ടെക്നോളജി ഉണ്ടെന്നുള്ള കാര്യം അല്ലെ? ഏതെല്ലാം രാജ്യങ്ങൾക്ക് ടെക്നോളജി ഉണ്ടെന്നുള്ള കാര്യം അല്ലെ? UK ഉണ്ട്, US ഉണ്ട്, ഫ്രാൻസ് ഉണ്ട് അല്ലെ? സ്വീഡൻ ഉണ്ട്, റഷ്യ ഉണ്ട്, ചൈന അല്ലെ? ഈ അടങ്ങുന്ന പ്രധാനപ്പെട്ട കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ പറയുന്ന റോക്കറ്റ് സ്ലൈഡിംഗ് ടെക്നോളജി ഉള്ളൂ എന്നുള്ളതാണ് അല്ലെ? റോക്കറ്റ് ട്രാക്ക് റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് പരീക്ഷണം വിജയിക്കുകയും അതേപോലെ തന്നെ അത് യുദ്ധവിമാനങ്ങൾ ഇമ്പാർട്ട് ചെയ്ത് വിജയകരമായിട്ട് അതിപ്പോഴും നടത്തിക്കൊണ്ടു പോകുന്ന കുറച്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്താണ് നമ്മൾ ഇന്ത്യ കൂടെ എന്ത് ചെയ്യുന്നത് ഭാഗമാകുന്നത് എന്നുള്ളതാണ്. യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ രാജ്യം ഇന്ത്യയാണ് അല്ലെ? ഇന്ത്യയാണ്. ഏതാണ് ആ സംരംഭം? അത് ഈ പറയുന്ന ഏത് ഓർഗനൈസേഷൻ ആണ് ഇത് എന്ത് ചെയ്യുന്നത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് DRDOയിലെ ചണ്ഡീഗഡിലുള്ള ടെർമിനൽ ബാലിസ്റ്റിക് മിസൈൽ ലബോറട്ടറിയിലാണ് എന്ത് ചെയ്യുന്നത് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് റിജക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ പൈലറ്റിന് ഏകദേശം 10 Gയോളം ശരീരത്തിൽ എന്ത് ചെയ്യും ഫോഴ്സ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. അപ്പം അത് സ്പൈനൽ എന്താണ് ഈ പറയുന്ന കൺട്രാക്ഷൻ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് പൈലറ്റിന് അനങ്ങാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാനോ ഒന്നും എന്ത് ചെയ്യില്ല സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ട്രെയിനിങ് ലഭിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന ഇത്രത്തോളം റിസ്കി ആയിട്ടുള്ള ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അല്ലേ? അടുത്ത് നോക്കിയാലോ, കേന്ദ്ര സർക്കാരിന്റെ പുതിയ മൊബൈലുകളിൽ നിർബന്ധമാക്കുന്ന ആപ്പ് ഏതാണെന്നുള്ളതാണ് അല്ലെ? കേന്ദ്ര സർക്കാർ പുതിയ മൊബൈലുകളിൽ നിർബന്ധമാക്കുന്ന ആപ്പ് ഏതാണെന്നുള്ളതാണ് അല്ലെ? ഏതാണത്? ആരോഗ്യ സേതു ആപ്പാണോ, ഡിജി ലോക്കർ ആപ്പാണോ, സഞ്ചാർ സാത്തി ആപ്പാണോ, പറയുന്ന മൈ ഗവ് ആപ്പാണോ എന്നുള്ളതാണ് അല്ലെ? ഏതാണത്? ഈ പറയുന്ന സഞ്ചാർ സാത്തി ആപ്പാണ് അല്ലെ? അറിയാം സഞ്ചാർ സാത്തി ആപ്പ് വളരെ കോൺട്രവേഴ്സി ഒക്കെ ഉള്ള ഒരു ആപ്പും കൂടിയാണ് ഈ പറയുന്ന സഞ്ചാർ സാത്തി ആപ്പ് എന്ന് പറയുന്നത് ആണല്ലോ സഞ്ചാർ സാത്തി ആപ്പ്. കാരണം ട്രാക്ക് ആൻഡ് റിപ്പോർട്ട് സംവിധാനമാണ് എന്ത് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, ട്രാക്ക് ആൻഡ് റിപ്പോർട്ട്. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണോ മറ്റ് സംവിധാനങ്ങളോ കളഞ്ഞു പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈൽ സംവിധാനം മറ്റും എന്ത് ചെയ്യാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പറിലോ മറ്റോ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും സിം എടുത്തിട്ടുണ്ടോ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് മനസ്സിലാക്കാനും അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും അതിനുള്ള കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റൊക്കെ എന്തിനു സഹായിക്കും ഈ പറയുന്ന സഞ്ചാർ സാത്തി ആപ്പ് വഴി സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങളിലേക്ക് കൈകടത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ കോൺട്രവേഴ്സീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്നത് അല്ലെ? അറിയാമായിരിക്കും ആപ്പിൾ കമ്പനിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് സഞ്ചാർ സാത്തി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ തർക്കങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പുതിയ മൊബൈലുകളിൽ നിർബന്ധമാക്കുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സഞ്ചാർ സാത്തി ആപ്പാണ്. സഞ്ചാർ സാത്തി ആപ്പ് അല്ലെ? ഓർത്തിരിക്കുക, സഞ്ചാർ സാത്തി ആപ്പാണ്. അടുത്തത് റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതാണ് അല്ലെ? എന്താണ്? റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതയായത് ആരാണെന്നുള്ളതാണ് അല്ലെ? നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആരാണത്? ഉഷാ ജാനകി രാമനാണ് അല്ലെ? ആരാണത്? ഉഷാ ജാനകി രാമനാണ് അല്ലെ? രഘുരാരാജൻ അല്ല, ശക്തികാന്ത് ദാസ് അല്ല, വിവേക് രാമൻ അല്ല. ആരാണത്? ഉഷാ ജാനകി രാമൻ അല്ലെ? റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്ന ആരാണത്? ഉഷാ ജാനകി രാമനാണ് ആണല്ലോ. ആരാണത്? ഉഷാ ജാനകി രാമനാണ്. ഉഷാ ജാനകി രാമനാണ് റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതയാകുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലെ? സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഒന്നുകൂടെ പറയാണ്, റിസർവ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്നത് അല്ലെങ്കിൽ നിയമിതയായത് ആരാണത്? ഉഷാ ജാനകി രാമനാണ് അല്ലെ? നമ്മൾ പറഞ്ഞു ഉഷാ ജാനകി രാമനാണ് RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതമായ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചൊന്നേ ഉള്ളൂ അല്ലെ? അടുത്തോടെ നോക്കിയാലോ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രശസ്തമായ ഹോൺബിൽ ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ 10 വരെ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? ഓക്കെ, അപ്പം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രശസ്തമായിട്ടുള്ള ഹോൺബിൽ ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ 10 വരെ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ? ഏതാണ്? നാഗാലാൻഡ് ആണ് അല്ലെ? അസാം അല്ല, സിക്കിം അല്ല, മണിപ്പൂർ അല്ല. എന്താണത്? നാഗാലാൻഡ്. അല്ലെങ്കിൽ ഓപ്ഷൻസിനകത്ത് എന്ത് ചെയ്യാൻ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ അല്ലെ? ഏതാണത്? നാഗാലാൻഡ് ആണ് അല്ലെ? ഏതാണത്? നാഗാലാൻഡ്. നാഗാലാൻഡിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. 2000 അല്ലെ 2000 മുതൽ എന്ത് ചെയ്യുന്നുള്ളത് ആഘോഷിച്ചു പോരുന്നു എന്നുള്ളതാണ് അല്ലെ? ഗോത്ര സംവിധാനങ്ങളെല്ലാം അല്ലെങ്കിൽ ഗോത്രങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്നുള്ള അവരുടെ ഒരു
എന്താണ് നമ്മുടെ ഈ പറയുന്ന കേരളപ്പിറവി പോലെ അവർ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് പറയുന്നത് അല്ലെ. ഈ പറയുന്ന നാഗാലാൻഡിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ അവർ സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ് അല്ലെ. അവരുടെ സ്റ്റേറ്റ്ഹുഡ് ഡേ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഭാഗമാകുന്ന അല്ലെ പാർട്ട്നേഴ്സ് ആകുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ള ചോദിക്കാം. പാർട്ട്ണറുമാകുന്ന രാജ്യങ്ങളിനകത്ത് ഒരുപാട് രാജ്യങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. കാരണമല്ലോ ഫ്രാൻസ് ഉണ്ട്, അയർലൻഡ് ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട് അല്ലെ, UK ഉണ്ട്, മാൾട്ട അല്ലെ, മാൾട്ട ഇന്ത്യൻ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് പങ്കുചേരുന്ന പാർട്ട്ണർ രാജ്യങ്ങളായിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ് പാർട്ട്ണറും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനുണ്ടെന്നുള്ളതാണ് അല്ലെ. സ്റ്റേറ്റ് പാർട്ട്ണറും കൂടെ ഉണ്ട് അല്ലെ. സ്റ്റേറ്റ് പാർട്ട്ണറും കൂടെ എന്തിനുണ്ട് ഈ പറഞ്ഞ ഹോൺബിൽ ഫെസ്റ്റിവലിനുണ്ട്. അത് ആരാണ് സ്റ്റേറ്റ് പാർട്ട്ണർ എന്ന് ചോദിച്ചാൽ ആരാണത്? അരുണാചൽ പ്രദേശ്. അതിൽ തൊട്ടടുത്ത സംസ്ഥാനമായ അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ് സ്റ്റേറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പ്രശസ്തമായ ഹോൺബിൽ ഫെസ്റ്റിവൽ അല്ലെ? ഹോൺബിൽ ഫെസ്റ്റിവൽ എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ 10 വരെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഗാലാൻഡിലാണ്. പറഞ്ഞു നാഗാലാൻഡിന്റെ ഈ പറഞ്ഞ കേരളപ്പിറവി ദിനം പോലെ അവർ ആഘോഷിക്കുന്ന ദിവസമാണ് സ്റ്റേറ്റ്ഹുഡ് ഡേ എന്ന് പറയുന്നത് അല്ലെ. 2000 മുതലാണ് ഇത് ആഘോഷിച്ചു പോരുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ഏകദേശം 26 അടുപ്പിച്ചാവാറാവും അല്ലെ. 26ാമത് ഈ പറയുന്ന ഹോൺബിൽ ഫെസ്റ്റിവലാണ് വരാൻ പോകുന്നത് ആണല്ലോ. അപ്പം പാർട്ട്ണറായിട്ട് വരുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ഉണ്ട്, അയർലൻഡ് ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, മാൾട്ടയുണ്ട്, എന്താണ് UK ഉണ്ട്, ഓസ്ട്രിയ. ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഈ പറയുന്ന ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ സ്റ്റേറ്റ് പാർട്ട്ണറും കൂടെ ഉണ്ട്. ഇതാണ് സ്റ്റേറ്റ് പാർട്ട്ണർ. അരുണാചൽ പ്രദേശാണ് അതിന്റെ സ്റ്റേറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പത്രത്തിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCAD, CAT പോലത്തെ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഡേയ്സ്ഡ് ബൈ അക്കാഡമി പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഓരോന്നിനും വേണ്ടി ഓരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഒരു കോഴ്സ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടറിന് ഒരു കോഴ്സ്, സബ് ഇൻസ്പെക്ടറിന് ഒരു കോഴ്സ്, അങ്ങനെ ഓരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യം എന്താണ്? ഈ പറയുന്ന ഒറ്റ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന 6 കോഴ്സുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ വേണ്ടി സാധിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ 6 പരീക്ഷകൾക്കും വേണ്ടി പഠിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ പഠിക്കുന്നതോട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് എക്സാമിനേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് അല്ലെ. അപ്പോൾ അതിന് റിവിഷൻ സെക്ഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? പഠിച്ചാൽ മാത്രം. ഓക്കെ, എല്ലാ റിസോഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് ഗൂഗിൾ ഫോമിലെ ലിങ്കിലും ഡൗട്ടും മറ്റു കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്താവുന്ന കൂടിയാണ്. ഓക്കെ, ഇപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പം തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങും. കുറേയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ പരീക്ഷകളിലേക്ക് പറയുന്ന ഹാൾ ടിക്കറ്റ് ഒക്കെ വരുന്ന മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക? ചിലരുണ്ട് അല്ലേ, അങ്ങനെ ചിലരുണ്ടല്ലേ ഇപ്പോൾ ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ, അങ്ങനെ ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. പഠിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി വൈകിപ്പിക്കരുത് അല്ലേ. നമുക്ക് ചോദ്യങ്ങളെ കടന്നാലോ? ചോദ്യം എന്താണ്? നാവികസേനയുടെ MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകളുടെ പരിശീലനത്തിനും സാങ്കേതിക സഹായത്തിനുമായിട്ട് ഇന്ത്യയുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണെന്നുള്ളതാണ്. അല്ലെ, നാവികസേനയുടെ MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകളുടെ പരിപാലനത്തിനും സാങ്കേതിക സഹായത്തിനുമായിട്ട് ഇന്ത്യയുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണത്? റഷ്യ, അമേരിക്ക, ഇറ്റലി, സ്വീഡൻ. ഏതായിരിക്കാം? അമേരിക്കയാണല്ലേ. ആണത് അമേരിക്കയാണ്. അപ്പോൾ നാവികസേനയുടെ MH-60R ഹെലികോപ്റ്ററുകളുടെ പരിപാലനത്തിനും അതേപോലെ സാങ്കേതിക സഹായത്തിനുമായിട്ട് ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ച രാജ്യം ഏതാണത്? അമേരിക്കയാണ് അല്ലെ. അമേരിക്ക എനിക്കറിയാം. MH-60R ഹെലികോപ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീഹോക്ക് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആന്റി സബ്മറൈൻ വാർഫെയർസിനാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. അവിടുത്തെ റഡാർ സംവിധാനം അല്ലെ സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചു
സമുദ്ര എന്താണ് ഈ പറഞ്ഞ അടിത്തട്ടിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഒളിഞ്ഞിരിക്കുന്ന സബ്മറൈനുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന നശിപ്പിക്കാൻ സാധിക്കുന്ന ടോർപിഡോ അടക്കമുള്ള അല്ലെങ്കിൽ ഒരു റിയൽ കോമ്പാറ്റ് ഇപ്പായിട്ടുള്ള റിയൽ കോമ്പാറ്റ് സഹായിക്കുന്ന അല്ലെ പെട്ടെന്ന് തന്നെ ടാർഗറ്റിനെ എന്താണ് ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ കടലിൽ യുദ്ധമുഖത്ത് പെട്ടെന്ന് നമുക്ക് ഇറക്കാൻ പറ്റുന്ന അതിൽ തന്നെ റെസ്ക്യൂ മിഷൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പറയുന്ന ഡേ നൈറ്റ് അതേപോലെ തന്നെ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന അല്ലെ ഒരു ചോപ്പറും കൂടിയാണ് ഈ പറയുന്ന സീഹോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാവികസേനയുടെ MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകളുടെ പരിപാലനത്തിനും സാങ്കേതിക സഹായത്തിനുമായിട്ട് ഇന്ത്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യം അമേരിക്കയാണ്. ആണല്ലോ. ഭാഗമായിട്ട് കുറെ പാർട്സ് ഒക്കെ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും, അസംബ്ലി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ അസംബ്ലി ഒക്കെ സാധിക്കുന്നുണ്ട്. എന്തിന്റെ ഭാഗമായിട്ട്? ആത്മനിർഭർ ഭാരത്തിന്റെ ഭാഗമായിട്ട്. ആത്മനിർഭർ ഭാരത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ നിർമ്മിക്കാനും അസംബ്ലി ചെയ്യാനൊക്കെ എന്ത് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നോക്കിയാൽ ലോക എയ്ഡ്സ് ദിനം എന്നാണെന്നുള്ളതാണ് അല്ലെ. ലോക എയ്ഡ്സ് ദിനം എന്നാണെന്നുള്ളതാണ്. എന്നാണ് ലോക എയ്ഡ്സ് ദിനം? ഡിസംബർ 1 ഡിസംബർ 2 ഡിസംബർ 4 ഡിസംബർ 10 എന്നാണ് ലോക എയ്ഡ്സ് ദിനം? ഡിസംബർ 1 അല്ലെ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ലോക എയ്ഡ്സ് ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അതേപോലെ ഡിസംബർ 2 പ്രത്യേകത എന്താണ്? ഡിസംബർ 2 പ്രത്യേകത എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് അബോളിഷൻ ഓഫ് സ്ലേവറി അല്ലെ. അടിമത്തത്തിനെതിരായിട്ടുള്ള അല്ലെ, അതിനെതിരായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഡിസംബർ 2 എന്ന് പറയുന്നത്. ഡിസംബർ 4 എന്ന് പറയുന്നത് അറിയായിരിക്കും നേവി ഡേ ആണ് അല്ലെ. ആണ് നേവി ഡേ ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. 1971 നമ്മുടെ ഇൻഡോ പാകിസ്ഥാൻ വാർ, ബംഗ്ലാദേശ് ലിബറേഷൻ നടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ നേവി നാലോളം വരുന്ന പാകിസ്ഥാനി ഷിപ്പുകളെ മുക്കുകയും കറാച്ചി തുറമുഖത്ത് നമ്മളൊരു വെടിക്കെട്ടൊക്കെ നടത്തിയതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഡിസംബർ 4 എന്ന് പറയുന്നത്. എന്താണത്? ഇന്ത്യൻ നേവി ഡേ ആണ്. ഡിസംബർ 10 പറയുന്നത് എന്താണത്? ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്, മനുഷ്യാവകാശ ദിനമാണ് അല്ലെ. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് ഡിസംബർ 10 എന്ന് പറയുന്നത് അല്ലെ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. അപ്പോൾ ആ ദിവസങ്ങളെല്ലാം പ്രത്യേകത എന്ത് ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം നോക്കിയാലോ. ശ്രീലങ്കയെ നാശം വിധിച്ചിട്ടുണ്ടായിരുന്ന ഡിറ്റ്വാ ചുഴലിക്കാറ്റ് ആണല്ലോ. ശ്രീലങ്കയ്ക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണെന്നുള്ളതാണ് അല്ലെ. അറിയാം, ശ്രീലങ്കയിൽ നാശം വിധിച്ച എന്താണ് ഡിറ്റ്വാ ചുഴലിക്കാറ്റ് കാരണം ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഏതാണെന്നുള്ളതാണ് അല്ലെ. ഏതാണ് ഓപ്പറേഷൻ? ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നുള്ളതാണ് അല്ലെ. എന്താണത്? ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നുള്ളതാണ്. ഓപ്പറേഷൻ പവൻ അല്ല, മിത്രശക്തി അല്ല, പോളോ അല്ല അല്ലെ, ഒന്നും അല്ല. ഏതാണത്? ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നേവിയുടെ വിക്രാന്തൊക്കെ അല്ലെ, INS വിക്രാന്തൊക്കെ എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ശ്രീലങ്കയിൽ നാശം വിധിച്ചിട്ടുണ്ടായിരുന്ന ഡിറ്റ്വാ ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ട് ശ്രീലങ്കയിലേക്കുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നുള്ളത്. ഡിറ്റ്വാ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ അതിർത്തിയിലായിട്ട് അല്ലെ, ഇപ്പോൾ ശ്രീലങ്കയിലും തമിഴ്നാടിന്റെ അതിർത്തിയിലായിട്ട് അല്ലെ പാക് കടലിലേക്കൊണ്ട് ചേർന്നാണ് എന്ത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിന് ഡിറ്റ്വാ എന്നുള്ള വാക്കിനർത്ഥം ലഗൂൺ എന്നുള്ളതാണ് അല്ലെ. ലഗൂൺ എന്നുള്ളതാണ് വാക്കിനർത്ഥം. പേരിട്ടുണ്ടായിരുന്നത് യമനായിരുന്നു അല്ലെ. യമനാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പേര് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീലങ്കയിൽ നാശം വിധിച്ചിട്ടുണ്ടായിരുന്ന ഡിറ്റ്വാ ചുഴലിക്കാറ്റ് കാരണം ശ്രീലങ്കയിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ എന്തായിരുന്നത്? ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നുള്ളത് അല്ലെ. ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓക്കെ, അടുത്ത് നോക്കിയാലോ. ചോദ്യം എന്താണ്? ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണെന്നുള്ളതാണ് അല്ലെ. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണെന്നുള്ളതാണ് അല്ലെ. എന്താണ് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര്? ആണ് ലോക് ഭവനാണോ, സേവാതീർത്ഥാണോ, കർത്തവ്യ ഭവനാണോ, സംവിധാന സദനാണോ എന്നുള്ളത് അല്ലെ. എന്താണത്? ലോക് ഭവനാണ് അല്ലെ. എന്താണത്? ലോക് ഭവനാണെന്ന് പറയുന്നത് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേരെന്ന് പറയുന്നത് ആണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന മന്ദിരങ്ങളെ വിളിക്കുന്ന ഈ പേരെന്ന് പറഞ്ഞാൽ സേവാ തീർത്ഥം എന്നാണ്. സേവാ തീർത്ഥം എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ. സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ പുതിയ പേരെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തവ്യ ഭവൻ എന്നുള്ളതാണ് അല്ലെ. കർത്തവ്യ ഭവൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ പുതിയ പേരെന്ന് പറയുന്നത്. അതേപോലെ രാജ്പത്ത് നമുക്ക് അറിയാമായിരിക്കും. പഴയ കിങ്സ് റോഡിന്റെ പുതിയ പേരെന്താണ്? കിങ്സ് റോഡിന്റെ പുതിയ പേരെന്ന് പറഞ്ഞാൽ കർത്തവ്യ പത്ത് എന്നുള്ളതാണ് അല്ലെ.
കർത്തവ്യ പത്ത് എന്നുള്ളതാണ് അല്ലെ. കർത്തവ്യ പത്ത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് രാജ്പഥിന്റെ പുതിയ പേരെന്ന് പറയുന്നത് ആണല്ലോ. പിന്നെ ഉണ്ടായിരുന്നു അല്ലെ അല്ല പഴയ പാർലമെന്റ് ഉണ്ടല്ലോ, ഓൾഡ് പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധാൻ ഭവൻ എന്നുള്ളതാണ് അല്ലെ. സംവിധാൻ ഭവൻ എന്നുള്ളതാണ് ഈ പറയുന്ന പഴയ പാർലമെന്റ് നൽകിയിട്ടുണ്ടായിരുന്ന പേരെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും റോൾസ് കോഴ്സ് റോഡ് അല്ലെ. റോൾസ് കോഴ്സ് റോഡ് എന്നറിയപ്പെടുന്ന ഒരു റോഡുണ്ട്. അതിന്റെ പുതിയ പേരെന്താണ്? ഇതാണ് ലോക് കല്യാൺ മാർഗ് എന്നുള്ളതാണ്. ലോക് കല്യാൺ മാർഗ് അല്ലെ. ലോക് കല്യാൺ മാർഗ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് റോൾസ് കോഴ്സ് റോഡിന്റെ പുതിയ പേരെന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്ന നമ്മുടെ ജോർജ് അഞ്ചാമന്റെ അല്ലെ പ്രതിമയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പം ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേരെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലോക് ഭവൻ എന്നുള്ളതാണ്. സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട ഓഫീസിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സേവാതൃത എന്നാണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ പുതിയ പേരെന്ന് പറഞ്ഞാൽ കർത്തവ്യ ഭവനാണ്. രാജ്പഥിന്റെ പുതിയ പേര് അല്ലെ രാജ്പഥ്. നമ്മുടെ ഈ പറയുന്ന റിപ്പബ്ലിക് ഡേ പരേഡില് നമ്മൾ കാണാറുള്ള രാജ്പഥ് ഉണ്ടല്ലേ, രാജ്പഥിന്റെ പുതിയ പേരെന്താണ്? കർത്തവ്യ പത്ത് എന്നുള്ളത് അല്ലെ. അതുതന്നെ പഴയ പാർലമെന്റ് മന്ദിരം ഉണ്ട് അല്ലെ, പഴയ പാർലമെന്റ് മന്ദിരം അല്ലെ, വട്ടത്തിൽ കാണുന്ന പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര് സംവിധാൻ ഭവൻ എന്നുള്ളത്. അതേപോലെ റോൾസ് കോഴ്സ് റോഡ്, പഴയ റോൾസ് കോഴ്സ് റോഡ് അല്ലെ, ബ്രിട്ടീഷുകാർ കാലത്തുള്ള റോൾസ് കോഴ്സ് റോഡിന് പുതിയ പേര് ലോക് കല്യാൺ മാർഗ് എന്നുള്ളത് അല്ലെ. എല്ലാത്തിന്റെയും പേര് എന്ത് ചെയ്യുന്നത് മാറ്റിയിട്ട് ഉണ്ടായിരുന്നതാണ് അല്ലെ. പുതിയ എല്ലാത്തിന്റെയും എന്താണ് പുതിയ പേരാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പവിഴപ്പുറ്റ് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ പവിഴപ്പുറ്റ് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. അൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണോ, ലക്ഷദ്വീപ് ദ്വീപുകളിലാണോ, മന്നാർ ഉൾക്കടലിലാണോ, പാക് കടലിടുക്കിലാണോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പവിഴപ്പുറ്റ് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളത്, എവിടെയാണത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ് അല്ലെ. അതായത് നാഷണൽ കോറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി തന്നെയാണ് എന്ത് വരുന്നത്? ആൻഡമാനില് എന്ത് വരുന്നത്? പവിഴപ്പുറ്റ് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഓപ്ഷനെ കണ്ടുകൊണ്ട് മാറ്റി കുത്തരുത്. കാരണം നിങ്ങൾക്ക് അറിയാം മന്നാർ ഉൾക്കടലിലായിക്കോട്ടെ, പാക് കടലിടുക്കിലായിക്കോട്ടെ, ലക്ഷദ്വീപ് ദ്വീപുകളിലായിക്കോട്ടെ ഈ പവിഴപ്പുറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കും, കോറൽ റീഫ്സ് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇവിടെയൊക്കെ ആണെന്ന് പറഞ്ഞ് വേറെ ഓപ്ഷനിലേക്കും എന്ത് ചെയ്ത് പോകരുത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പവിഴപ്പുറ്റ് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആറ് സഹായത്തോടാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൂളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയാലോ. പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ സർപ്പിൾ ആകൃതിയിലുള്ള പ്രപഞ്ചത്തിലെ താരാപഥത്തിന് നൽകിയ പേര് എന്താണെന്നുള്ളതാണ് അല്ലെ. പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ സർപ്പിൾ ആകൃതിയിലുള്ള പ്രപഞ്ചത്തിലെ താരാപഥത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന പേര് ഏതാണെന്നുള്ളതാണ് അല്ലെ. അളകനന്ദ, സരസ്വതി, ആകാശഗംഗ, ഭഗീരഥി എന്നുള്ളതാണ് അല്ലെ. ഏതായിരിക്കും? ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണത്? അളകനന്ദയാണ് അല്ലെ, അളകനന്ദയാണ്. അപ്പൊ പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ സർപ്പിൾ ആകൃതിയിലുള്ള പ്രപഞ്ചത്തിലെ താരാപഥത്തിന് നൽകിയ പേരെന്ന് പറഞ്ഞാൽ അത് അളകനന്ദ എന്നുള്ളതാണ്. കണ്ടുപിടിച്ചത് ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്നുള്ള വിവരങ്ങൾ അപഗ്രഥിച്ചാണ് എന്ത് ചെയ്തത് അളകനന്ദ എന്ന് പറയുന്ന ഗാലക്സി എന്ത് ചെയ്യും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കനേഡിയൻ സ്പേസ് ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി, അതേപോലെ നാസ എന്നിവ സംയുക്ത ഒരു വിക്ഷേപണമായിരുന്നു ജെയിംസ് വെബ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജെയിംസ് വെബ് ആണ് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? അളകനന്ദയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇതൊരു സ്പൈറൽ ഗാലക്സിയാണ്. ഇത് സ്പൈറൽ ഗാലക്സിയാണ് എന്ന് പറയുന്നത് അളകനന്ദ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അളകനന്ദ എന്ന് പറഞ്ഞാൽ ഗംഗയുടെ പോഷക നദിയാണ് അല്ല, ഗംഗയുടെ പോഷക നദിയാണ്. ഈ അളകനന്ദയും ഭഗീരഥയും കൂടെ വന്ന് ചേരുന്ന പ്രദേശം എന്താണ്? ഭഗീരഥി കണ്ടതുകൊണ്ട് പറയാണ് അല്ലെ. ഭഗീരഥിയും വന്നു ചേരുന്ന എവിടെയാണ്? അന്ന് ചേരുന്ന സ്ഥലത്തിന് പേര് വിളിക്കുമല്ലോ, എന്താണത്? ദേവപ്രയാഗ് എന്നുള്ളതാണ് അല്ലെ. ദേവപ്രയാഗ് എന്നുള്ളതാണ്. നമ്മളെന്താ ഓർത്തിരിക്കുക, ദേവപ്രയാഗ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. സയ്യിദ് മോദി സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ ഡബിൾസിൽ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. സയ്യിദ് മോദി സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ ഡബിൾസിൽ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. അശ്വിനി പൊന്നപ്പ, തനിഷ ക്രിസ്റ്റോ, ട്രിസ ജോളി, ഗായത്രി ഗോപിചന്ദ്, ശ്രുതി മിശ്ര, എൻ സിക്കി റെഡ്ഡി, തനിഷ ക്രിസ്റ്റോ, ഗായത്രി ഗോപിചന്ദ് എന്നീ പറയുന്ന 4 ഓപ്ഷൻസ് അവിടെ ഉണ്ട് ആണല്ലോ. അപ്പൊ നിങ്ങളാണ് ഉത്തരം നൽകേണ്ടത് അല്ലേ. ഉത്തരം നൽകേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പം എൻ്റെ ഉത്തരം നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമന്റ്
ഓക്കെ, നിങ്ങളുടെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് ഉത്തരം വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഈ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം ചെയ്യണം. തീർച്ചയായിട്ടും കമന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. സയ്യിദ് മോദി സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ ഡബിൾസിൽ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന ആരാണത്? പറയുന്ന 4 ഓപ്ഷൻസിലുള്ള ഒരാളാണ്. അപ്പൊ ആരാണെന്നുള്ളത് കണ്ട ഫേസ് കണ്ടുന്നവർക്ക് മനസ്സിലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഇത് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഉത്തരം നൽകാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പൊ അതേപോലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ കോഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്മ്യൂണിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPSC ആയിട്ടുള്ള നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. 9995467246 നമ്പറിലേക്ക് വിളിച്ച് കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് തിരക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ESDB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഈ പറയുന്ന PSC എക്സാമിനേഷൻസിന് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നല്ല ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, അപ്പം അതിന് മുമ്പായിട്ട് ഓർക്കുക, ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്, ഉത്തരം കമൻറ്റ് ചെയ്യാം. ബൈ.